പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. ഒരു വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പുതുവത്സരം കാണാൻ പോകുന്നു, അല്ലേ? ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് നമ്മെ പരിശോധിച്ചു നോക്കണം. ദൈവത്തെ വേദനിപ്പിക്കുന്ന വഴിയിലാണെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ശരിയാക്കണം. ദൈവം ചെയ്ത നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിടാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സമർപ്പിച്ച് അത് വിടാനുള്ള ബലം കരസ്ഥമാക്കേണ്ടതാണ്. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? 46-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞു കൊൾവിൻ എന്ന് ദൈവം പറയുന്നു. നിങ്ങൾ മിണ്ടാതിരിക്കണം. ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കേണ്ട ദിവസങ്ങളാണ്. വർഷത്തിന്റെ ഈ അവസാന ദിവസങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കാൻ ശീലിക്കണം. നിങ്ങൾ സമയമെടുത്ത് ഇരുന്ന് വേദവചനം ധ്യാനിച്ച്, ഞാൻ ആ വചനപ്രകാരം ജീവിക്കുന്നുണ്ടോ? ഈ വർഷം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ ജീവിതത്തെ ശരിയാക്കി പുതിയ വർഷത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു പുതിയ സമർപ്പണത്തോടെ ഞാൻ പോകണം എന്ന് പറഞ്ഞ് നമ്മെ പരിശോധിച്ച് നോക്കണം. അതാണ് മിണ്ടാതിരിക്കുക എന്നത്. ദൈവസന്നിധിയിൽ മിണ്ടാതിരുന്ന് ദൈവവചനം ധ്യാനിച്ച് വായിക്കണം. അങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം ധാരാളം കാര്യങ്ങൾ പറയും. നിങ്ങൾ ശരിയാക്കേണ്ടത്, ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഒരു പുതിയ വിശ്വാസവും അനുഗ്രഹവും ഒരു വലിയ സന്തോഷവും ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കുമോ? യേശുവിന്റെ കുരിശ് ധ്യാനിക്കൂ, വചനം ധ്യാനിക്കൂ. ദൈവമേ, ഞാൻ മിണ്ടാതിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പാദത്തിൽ മിണ്ടാതിരുന്ന് അങ്ങയെ ധ്യാനിക്കാനുള്ള കൃപ എനിക്ക് തരയണമേ. അങ്ങയെ മുഴുവനായി അറിയാനുള്ള അറിവ് തരയണമേ. ശരിയാക്കാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ